ഗോഫ്സ് കേവ് ഇതാണ് ഇംഗ്ലണ്ടിലെ സോമർസെറ്റിൽ ചെഡാർ ജോർജിൽ അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഗോഫ്സ് കേവ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡിവൈസ് തരും. ആ ഡിവൈസ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റോറീസ് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റോറീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇദ്ദേഹമാണ് റിച്ചാർഡ് ഗോഫ്, ഡിസ്കവർ ഓഫ് ദിസ് കേവ്. ഇദ്ദേഹം ഈ ഗുഹയുടെ ഒറിജിൻ കണ്ടുപിടിച്ച വ്യക്തിയല്ല, പക്ഷേ ഈ കേവ് കൂടുതൽ ഹിസ്റ്റോറിക്കലായി മാറുന്നതിന് ഇതിനകത്തുള്ളതെല്ലാം നന്നായിട്ട് പഠിച്ച് എക്സ്പ്ലോർ ചെയ്ത് ലോകത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഗോഫ്സ് കേവ് എന്ന് നെയിം വന്നത്. ഗോഫ്സ് കേവിൽ നിന്നുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഐറ്റമാണ് ചെഡാർ മാൻ. ഈ കേവിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്കെൽറ്റൻ ഇട്ടിരുന്ന പേരാണ് ചെഡാർ മാൻ. 1903 ഈ സ്കെൽറ്റൻ കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഇതിനൊരു 10,000 വർഷത്തെ പഴക്കം ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന പഠനത്തിൽ മനസ്സിലായത് ഏകദേശം BC 7150 ഈ ചെഡാർ മാൻ ജീവിച്ചിരുന്നത്. ഇതാണ് ബ്രിട്ടനിൽ കണ്ടുപിടിച്ച ഏറ്റവും വലിയ പഴക്കം ചെന്ന സ്കെൽറ്റൻ. 2018 നടന്ന DNA ടെസ്റ്റ് പ്രകാരം മനസ്സിലാക്കാൻ സാധിച്ചു ഈ ചെഡാർ മാനിന് ഡാർക്ക് സ്കിന്നും ബ്ലൂ ഐസും ആണ് ഉണ്ടായത്. ഈ കേവിൽ എപ്പോഴും വെള്ളം ഉണ്ടാകും. സോ റെയിൻ വാട്ടറും ഗ്രൗണ്ട് വാട്ടറിൽ നിന്നുള്ള കാർബോണിക് ആസിഡ് മിക്സ് ആയിട്ട് ഹോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മിനറൽസ് റിച്ച് ആയിട്ടുള്ള വെള്ളം ഈ കേവിൽ കൂടി ഒഴുകി ഇത്ര മനോഹരമായ രീതിയിൽ ഇത് രൂപപ്പെട്ടു. അക്കാലയളവിൽ ആളുകൾ ഒളിച്ചിരുന്നത് പല ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഈ കേവ് ഉപയോഗിച്ചിരുന്നു. ഈ ചിമ്മിണിക്ക് ഏകദേശം 10 മീറ്റർ ഉയരമുണ്ട്. വെള്ളത്തിൽ നിന്ന് വരുന്ന മിനറൽസ് കൊണ്ട് സാവധാനത്തിലാണ് ഈ ചിമ്മിണി രൂപപ്പെടുന്നത്. വെള്ളം വരുന്നതിന് വഴി അതിൻ്റെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അനുസരിച്ച് പല ഡിസൈൻ പോലെ ഫോം ചെയ്താണ്. ഇത് ഇന്നും കീപ്പ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഗോഫ്സ് ഹാർട്ട് ബ്രേക്ക് ഹിൽ ഇത് പറയുന്നത് ഗുഹയുടെ കുത്തനെയുള്ളതും ഇടുങ്ങിയതുമായ ഈ വഴിയാണ്. ഇത് ചില സന്ദർശകർക്ക് ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ചെഡാർ ചീസ് മിഡിൽ ഏജിൽ ലോക്കൽ ഫാമുകളിൽ നിന്നുള്ള പാൽ ഉപയോഗിച്ച് ചെഡാർ ചീസ് ഉൽപ്പാദിപ്പിച്ച് ഈ ഗുഹയുടെ സ്ഥിരമായിട്ടുള്ള ടെമ്പറേച്ചർ ഇവർ ചീസ് പാകപ്പെടുത്തുന്നു. അതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ചെഡാർ ചീസ് രൂപപ്പെടുന്നത്. ഇപ്പോഴും മെച്യൂർ ചെഡാർ ആകാനായിട്ട് ഇവരിവിടെ ചീസ് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 40 അടി ഉയരവും 20 അടി വീതിയുമുള്ള മനോഹരമായിട്ടാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ നിന്ന് വരുന്ന മിനറൽസ് കൊണ്ടാണ് ഇതിങ്ങനെ രൂപപ്പെടാൻ കാരണം. സെൻറ്റ് പോൾ കത്തീഡ്രൽ എന്നാണ് ഇതിന് സാമ്യമുള്ളത് കൊണ്ട് ഇതിന് സെൻറ്റ് പോൾ കത്തീഡ്രൽ എന്ന വിലപ്പേര് വരുന്നുണ്ട്. ആയിരക്കണക്കോളം വർഷത്തെ മണ്ണൊലിപ്പ്, കാലാവസ്ഥ വ്യതിയാനം ഇവ കൊണ്ടാണ് ഇതിങ്ങനെ രൂപപ്പെടുന്നത്. ഈ കേവില് മങ്ങുന്ന വെളിച്ചത്തിൽ വജ്രം പോലെ തിളങ്ങുന്ന ഇതിനെ ഡയമണ്ട് ചേംബർ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ പോസിറ്റീവ് എനർജി വന്ന് നല്ല രസമാണ് നമുക്ക് ടച്ച് ചെയ്യാനും. ഇവർ ഓരോ സ്ഥലത്തിനും അതിൻ്റെ സിമിലർ ആയിട്ടുള്ള പേരുകൾ ഇടുന്നുണ്ട്. ഇതിന് നയാഗ്ര ഫാൾസ് എന്ന് പറയുന്നുണ്ട്. കാരണം അത് വെള്ളച്ചാട്ടം പോലെ ആ വെള്ളം വന്ന് അതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫീല് വരുന്നതുകൊണ്ട് നയാഗ്ര ഫാൾസ് എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് അവർ വീണ്ടും പറയുന്നുണ്ട് മോർ ടു എക്സ്പ്ലോർ. അത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആകപ്പാടി കണ്ടിരിക്കുന്നത് ആ റെഡിൻ്റെ പൂഷം വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനിയും കാണാനുണ്ട്, കണ്ടുപിടിക്കാനുണ്ട്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആൾക്കാർക്ക് വീണ്ടും നമുക്കതിനകത്ത് പോകാനൊക്കെ സാധിക്കും. So thanks for watching. Bye bye.